വെള്ളിയാഴ്ച ദിവസം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രത്യേകം ഫാത്തിഹ യാസീൻ ഓതി ഹദിയ ചെയ്യുന്ന സഹോദരിമാർ വെള്ളിയാഴ്ച ദിവസമോ അതിന്റെ രാവിലോ, വ്യാഴാഴ്ച ദിവസം മഗ്‌രിബ് മുതൽക്ക് തുടങ്ങ വെള്ളിയാഴ്ച ദിവസം അസർ മഗ്‌രിബ് വരെയുള്ള സമയമുണ്ട്. ഈ സമയം വരെ കൊണ്ട് ഒരു യാസീൻ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദിക്റുകൾ ഔറാദുകൾ ഓതി അപ്പാക്കും ഉമ്മാക്കും ഹദിയ ചെയ്താൽ കുത്തിബ ലഹു ബർറൻ, അവരെ ഗുണവാന്മാരുടെ ലിസ്റ്റിൽ അഥവാ വാപ്പാക്കും ഉമ്മാക്കും ഗുണം ചെയ്തവൻ എന്ന് രേഖപ്പെടുത്തും മലക്കുകൾ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സ്ത്രീകൾക്ക് സാധാരണക്കാരുടെ സിയാറത്ത് പാടില്ലല്ലോ. സാധാരണക്കാർ ഉദാഹരണത്തിന് വാപ്പ ഉമ്മ അതുപോലെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മരിച്ചാൽ അവരെ സിയാറത്ത് ആർക്ക് പാടില്ല? സ്ത്രീകൾക്ക് പാടില്ല. ഔലിയാക്കൾ അതുപോലെ അമ്പിയാക്കൾ അവരുടെ സിയാറത്താണ് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്, സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾക്ക്. എന്നാൽ സാധാരണക്കാരാകുന്ന ആളുകളുടെ ഖബർ സിയാറത്തും സുന്നത്താക്കപ്പെട്ട വിഭാഗമാണ് ആര്? പുരുഷന്മാർ. കുന്തും നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളെ ഞാൻ സിയാറത്ത് ഒരു കാലഘട്ടത്തിൽ നിരോധിച്ചിരുന്നു, എന്നാൽ നിങ്ങൾക്കിതാ സിയാറത്ത് ഇപ്പോൾ ഞാൻ അനുവദിക്കുന്നു, നിങ്ങൾ സിയാറത്ത് ചെയ്യണേ എന്ന് പുരുഷന്മാരോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഫൈനഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോക ചിന്തയ്ക്ക് അത് കാരണമാണ്. അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ മസാറുകളൊക്കെ സന്ദർശിക്കുമ്പോൾ അത് പരലോക ചിന്തയ്ക്ക് കൂടി ഉപയുക്തമായിട്ടാകണം സ്ത്രീകളുടെ യാത്ര. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തിരിച്ചു വന്നപ്പോൾ 10 ശൈത്താൻ എക്സ്ട്രാ കൂടി. കാരണം അങ്ങോട്ട് പോയപ്പോൾ ഈ പാട്ട് വിട്ടാണ് പോയത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അതാണിപ്പോ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ട. മരിച്ചാൽ, സഹോദരിമാര് മരിച്ചാൽ അവരെ വീട് വിട്ട് പുറത്തു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് കഴിഞ്ഞല്ലോ, പിന്നെ വേറെ പുരുഷന്മാർക്കാണ് അവിടെ സ്ഥാനം. എല്ലാ ആഴ്ചകളിലും നിർബന്ധമായി വെത്തണം വാപ്പാടെ ഉമ്മാടെ ഖബറിന്റെ അടുക്കൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജീവിതത്തിൽ അവന് അവരുടെ പൊരുത്തക്കേടുണ്ടാകും. വാപ്പായുമായി ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. മരിച്ചതിന് ശേഷം അവരുടെ വിടാതെ പിടികൂടിവൻ. അപ്പോഴേ അവന് ബോധം വന്നത്. അപ്പാടെ ഉമ്മാടെ ഖബറിന്റെ അടുത്ത് നിന്ന് ഒഴിയുന്നില്ല. എപ്പോഴും ഏത് വക്കത്ത് നിസ്കരിക്കാൻ പോയാലും അടുത്ത് പോയിരുന്നു ദ്വാരക്കും. വെള്ളിയാഴ്ച ദിവസം മുടങ്ങുകയില്ല. വെള്ളിയാഴ്ച ദിവസം മാത്രം മുടങ്ങാതെ കൃത്യമായി സിയാറത്ത് ചെയ്താൽ തന്നെ കുത്തിബ ലഹു ബർറാന ഹദീസ് ഉറപ്പായിട്ടും അവനെ ഗുണവാന്മാരുടെ ലിസ്റ്റിൽ രേഖപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പായുമായി മറക്കാൻ പാടില്ല എന്നർത്ഥം. അതാണ് ഉസ്താദ് പറഞ്ഞത്. മനസ്സിലായി? അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അവരെ പ്രയാസപ്പെടുത്തിയാൽ ദുനിയാവും പോയി ആഖിറവും പോയി. നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളാണ് പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിയിട്ട് 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട നരകത്തെ മുന്നിൽ നിർത്തി വിചാരണയ്ക്ക് വേണ്ടി മാനവനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ അവന് മാനഹാനി ഉണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് അവനെ എത്തിക്കുന്നതാകുന്ന ഒന്നാണ് ആ വിചാരണ. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാക്കുന്ന വിഭാഗമാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലവലേശം ഉണ്ടാവൂല. മനസ്സിലായി? ഒന്നാമത്തെ ആരാ പറഞ്ഞത്? ലഹരി നുണയുന്നവർ. ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചു. ചെറിയ കുട്ടികളുടെയൊക്കെ ബാഗൊക്കെ ഇപ്പൊ പരിശോധിച്ച് നോക്കാം. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഗവൺമെന്റ് ഈ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ എത്രയോ ആളുകൾ അവർ വെളിപ്പെടുത്തേണ്ടായി. ഗവൺമെന്റ് നിരോധിച്ച ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം സുലഭമായി കിട്ടുന്ന സാധനമാണ് ഈ സിഗരറ്റ്, ഇലക്ട്രിക് സിഗരറ്റ്. അതിനകത്ത് 2 സാധനം കത്തിച്ച് വെച്ച് നല്ലപോലെ വലിച്ചു കഴിഞ്ഞാൽ റാഹത്തായിട്ട് 6 മാസമൊക്കെയാണ് സാധാരണ വിദേശികൾ ഉപയോഗിക്കുക ഈ സാധനം. നമ്മുടെ മക്കളിൽ കൊടുത്താൽ 3 ദിവസം കൊണ്ട് തീർക്കും. കാരണം ആ സൈസ് വലിയാണ്. രാത്രി മഗ്‌രിബിന് ശേഷം തുടങ്ങിയാൽ സുബഹി കൊണ്ട് തീർത്തോളൂ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 3 ദിവസം കൊണ്ട് സാധനം തീർത്ത് കയ്യിൽ തരും. ഇത് വലിച്ചിട്ട് ചങ്കും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും മുഴുവനും തകർക്കപ്പെട്ട് മൂല്യങ്ങളില്ലാതായി ജീവിക്കുന്ന തലമുറയായി നമ്മുടെ തലമുറകൾ മാറുകയാണ്. മലപ്പുറം ജില്ലയിൽ ഈ അടുത്തൊരു ഉമ്മ പരസ്യമായി പറഞ്ഞത്, 21 വയസ്സുള്ളതാകുന്ന എന്റെ മകൻ ഈ രീതിയിലുള്ളതാകുന്ന ലഹരിയുടെ ഉപയോഗം മൂലം ഉമ്മയാകുന്ന എന്നെ തിരിച്ചറിയാതെ പരസ്യമായിട്ട് എന്നെ കടന്നു പിടിക്കാൻ പരിശ്രമിച്ചു. ലൈംഗിക ചേഷ്ടയോടുകൂടി. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. 21 വയസ്സുള്ള മകൻ. അവസാനം ആ മകനെ കുറിച്ച് കേസായപ്പോ വീട് വിട്ടിറങ്ങി. അവസാനം മകൻ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. അല്ലാഹു നല്ല മക്കളായി നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് പ്രായമൊന്നുമില്ല. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയെ തിരിച്ചറിയൂല.
വാപ്പയായിട്ട് തിരിച്ചറിയില്ല. വാപ്പയെ കസേര എടുത്ത് തലയ്ക്കൊരു ഒറ്റയടി കൊടുക്കും. അത്രേ ഉള്ളൂ. കാരണം ബോധമില്ലല്ലോ. വാപ്പ എന്നുള്ള ബോധം ഉണ്ടെങ്കിലല്ലേ. ഉമ്മയെ കയറി പിടിക്കും. ഉമ്മയെ ഏതെങ്കിലും ഒരു പെണ്ണായിട്ട് കാമുകിയായിട്ട് കാണാൻ വൈകാരികമായുള്ള ഒരു ചിന്തയിലേക്ക് മക്കൾ എത്തിപ്പെടും. അല്ലാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉപ്പമാരും ഒക്കെ ഒരു ജാഗ്രത പുലർത്തണം. ഖുർആൻ പറഞ്ഞതുപോലെ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂഹും. നിങ്ങളുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ജാഗ്രത പുലർത്തണം മക്കളുടെ വിഷയത്തിൽ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ഇവരായിരിക്കും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നിങ്ങൾക്ക് എതിരിൽ വന്നുകൊണ്ടെന്ന് സാക്ഷി പറയുന്നു. എന്റെ വാപ്പ എന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. എന്റെ ഉമ്മ ദീനിന്റെ വഴിയിലേക്ക് എന്നെ വിട്ടിട്ടില്ല. എന്നെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വാപ്പ ജമാഅത്തിന് കൂടെ കൂട്ടിയില്ല. എന്റെ ഉമ്മ തറാവീഹ് നമസ്കരിക്കാൻ തുനിഞ്ഞപ്പോ ഒതുവെടുത്തിട്ട് എന്നെയും കൂടെ കൂട്ടാതെ ഉമ്മ ഇതാ ഒറ്റയ്ക്കാണ് നിസ്കരിച്ചത്, നീ പിന്നെ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ നിസാരവൽക്കരിച്ച് മുസ്ലിം നാട്ടിവിട്ടു എന്ന് പറയുന്ന, മദ്രസയിലേക്ക് എന്നെ പോകാൻ കൃത്യമായി പറഞ്ഞയച്ചില്ല എന്ന് പറയുന്ന, ദീനി വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പ താല്പര്യം കാണിച്ചില്ല എന്ന് പറയുന്ന, പരിശുദ്ധരാക്കപ്പെട്ടതാകുന്ന ദീനിനെതിരിൽ നിലകൊള്ളുന്ന മക്കളായി നമ്മുടെ മക്കൾ നാളെ ആഖിറത്തിൽ നമുക്കെതിരിൽ സാക്ഷി പറയും. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കളാകാം, ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മിനൽ കബായിരി ബുക്കാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കൽ വൻ പാപങ്ങളുടെ ലിസ്റ്റിൽ പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത്, എന്റെ കൂടെ എന്റെ മകള് 18 വയസ്സുള്ള മകളാണ് ഉസ്താദ്. അവളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ, 18 വയസ്സുള്ളതാകുന്ന കൂട്ടുകാരിയെ വിവാഹം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ ബഹളം. കൂട്ടുകാരനെ അല്ല, കൂട്ടുകാരി. നല്ല റാഹത്തുണ്ടാവും. ലെസ്ബിയൻ എന്നാണ് അതിന് പറയുന്നത്. ഒരു 15 മിനിറ്റ് കൂടെ പറയാലോ അല്ലെ ഇബ്രാഹിം സാഹിബ്? പറയാം, 10 മണി വരെ പറയാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഒരുപാട് നീട്ടണ്ട. ചിലരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. നീല ഷർട്ട് എഴുന്നേറ്റുള്ളൂ. ബക്കറ്റ് കണ്ടപ്പോ അവനോർത്ത് വല്ല പോത്തിറച്ചിയാണ്. പോത്തിറച്ചിയല്ല ഇത്, ബക്കറ്റ് പിരിവിനുള്ള കേട്ടാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. എല്ലാവരും ഒരു സദഖ കൊടുക്കുക, നല്ലൊരു നിയ്യത്ത് പ്രായത്തല്ലേ. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാം സാലിഹീങ്ങളെ ചേർക്കട്ടെ. ആബിദീങ്ങളും ഹാഫിദീങ്ങളെ ചേർക്കട്ടെ. മാഷാ അല്ലാഹ്. അപ്പൊ നല്ല രീതിയിൽ സദഖ കൊടുക്കുക, നല്ല നിയ്യത്ത് വെച്ച്. മാഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. ആമീൻ പറയും. നിങ്ങൾ കുറെ ദൂരത്താന്നൊന്നുമല്ലോ, ഇവിടുന്ന് ഇങ്ങനെ കേന്ദ്രം കയറി അങ്ങ് പോകുന്ന പോലെ തോന്നുന്നു. എല്ലാരും കേൾക്കുന്നുണ്ട്? കുറയുന്ന കൈ ഉയർത്തിക്കോ. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ആ മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. സുംഅനി ദുനിയാ വളറതിഹാ വലാ തുഫ്തിർ ഇദാ സുംത ഇല്ലാ റഹ്മതർ റഹ്മാനി ബിൽ വിസാലി ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ സംഭാവന കൊടുക്കുന്ന ഓരോ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പ്രത്യേകം തണല് നൽകണേ അല്ലാഹ്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നിലക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ലൈവായി സദസ്സ് വീക്ഷിക്കുന്നതാകുന്ന സത്യവിശ്വാസി വിശ്വാസിനികൾ ലോകത്തിന്റെ ഏത് കോണിലുള്ളവരാകട്ടെ, ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും സൗദിയിലും അടക്കം ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ സദസ്സ് വീക്ഷിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, റൂഹബയ കുടുംബാദികളുണ്ടോ, എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണേ നാഥാ. ഞങ്ങളുടെ പാപങ്ങളെങ്കിലും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. സാലിഹീങ്ങളാകുന്ന സന്താനങ്ങളെ ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. പറഞ്ഞാൽ
അനുസരണയുള്ള മക്കളെ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ റബ്ബേ. എത്രയെത്ര മാതാപിതാക്കളാണ് കണ്ണീരും കയ്യുമായി കഴിയുന്നത്. മക്കള് പറഞ്ഞാൽ അനുസരണയുള്ള ഉസ്താദേ, വീട്ടിലെപ്പോഴും വഴക്കാണ്, പ്രശ്നമാണ്, ഒരു ജോലിക്ക് പോലും പോകുന്നില്ല, ലഹരി അടിച്ചുകൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കഴിയുകയാണ്. ഉമ്മമാർക്ക് സങ്കടമാണ്, കുടുംബങ്ങളിൽ ആത്മീയത പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ്. പള്ളിയിൽ ബാങ്ക് മുഴങ്ങുമ്പോൾ നിസ്കരിക്കാൻ പോകൂ എന്ന് മക്കളോട് പറയാൻ പോലും പേടിയാണ്. അരണ്ട വെളിച്ചത്തിൽ ഇരുട്ടുള്ളതാകുന്ന റൂമിന്റെ അകത്തലങ്ങളിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്തുകൊണ്ട് അശ്ലീലതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന യുവമകല്ലയോ. ചെറുപ്പക്കാര് മുഴുവൻ ഗെയിമിന്റെ ലോകത്താണ്, പന്ത് കളിയുടെ ലോകത്താണ്. വൈകിട്ടാകുമ്പോ ഏതെങ്കിലും ഒരു ടർഫിലേക്ക് 1000 രൂപ കൊടുത്തുകൊണ്ട് നേരം വെളുക്കുന്നവരെ കളിക്കാൻ തുനിയുകയാണ്. മണിക്കൂറുകൾക്ക് സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ടർഫുകളിലേക്ക് സമയങ്ങളെ കൊന്നുകളയുന്ന യുവത്വമാണ്. ഈ സമയത്ത് മഗ്‌രിബിന്റെ ബാങ്കവന്റെ കർണപുടത്തിൽ അലയൊലി കൊള്ളുന്നുണ്ട്, നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല. ഇശാഇന്റെ സമയത്തുള്ള ബാങ്ക് കേൾക്കുന്നുണ്ട്, നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല. സുബഹി വരെ കളിക്കുകയാണ്, കളിതമാശയിൽ ഏർപ്പെടുകയാണ്. എത്രയോ സിനിമകൾ കാണാനാണ് മനുഷ്യൻ കൊതിക്കുന്നത്. യുവത്വം മുഴുവനും അല്ലാഹുവിന്റെ ദീനിനെതിരിൽ ചെലവഴിക്കുകയല്ലയോ. എത്ര സിനിമകളാണ് പുതിയതായി റിലീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചകളിലും കടന്നു വരുന്ന റിലീസിന്റെ പടങ്ങൾ തേടി യുവാക്കളും യുവതികളും കുടുംബസമേതം തിയേറ്ററിലേക്ക് യാത്ര തിരിക്കുകയാണ്. കോടികൾ കൊടുക്കുകയാണ്. പള്ളികൾക്ക് കൊടുക്കാൻ പൈസയില്ല, ദീനീ സ്ഥാപനങ്ങൾ കൊടുക്കാൻ പണമില്ല, മദ്രസകൾ കൊടുക്കാൻ സ്ഥലമില്ല, അതിനുവേണ്ടി യാതൊരുവിധ താല്പര്യവുമില്ല. ഇബാദത്തുകൾ കാർച്ചവം കാണിക്കാൻ ചെറുപ്പക്കാർ തയ്യാറല്ല. വഴക്കടിക്കുകയാണ് മാതാപിതാക്കളോട്. പാതിരാത്രി സമയത്ത് ലഹരി നുണഞ്ഞുകൊണ്ട് കടന്നു വരുന്ന പൊന്നുമോനോട് നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ അന്ന് വീട്ടിൽ വഴക്ക പ്രശ്നമാണ്. നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവന് ഏറ്റവും വലിയ വൻപാപത്തിന്റെ ലിസ്റ്റിൽ അകപ്പെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ, സഹോദരിമാരുണ്ടോ? എനിക്ക് എന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി ഉമ്മയുടെ മുഖത്ത് വിളിച്ചു പറയുന്നതാകുന്ന സഹോദരിമാരുള്ള കാലഘട്ടമാണ്. എനിക്ക് എന്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പോയാണെന്ന് പരസ്യമായിട്ട് കെയുടെ പ്രഖ്യാപനം നടത്തുന്ന ആൺമക്കളുള്ള കാലഘട്ടമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ജീവിതം മുഴുവൻ ലഹരിയിലായി കൊണ്ടുപോയി അല്ലാഹുവിനോട് താല്പര്യമില്ലാത്ത മക്കളായി, റസൂലുള്ളാഹി ഇഷ്ടമില്ലാത്ത മക്കളായി, ദീനിന്റെ ചൈതന്യങ്ങളെ കാറ്റിൽ പറത്തുന്ന മക്കളായി, ദുഷിച്ച ചിന്താഗതിയായിട്ട് ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. അത്തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്ന് മാറ്റി പരിപൂർണമായി ദീനിലേക്ക് ചേർക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ചായ കാപ്പി വന്നിട്ടുണ്ട്. ഇനി എന്താ വേണം? ഇബ്രാഹിം സാഹിബിന് വേണ്ട? മധുരം ഉള്ളതുകൊണ്ട്, മധുരം ഇല്ലാത്തവരുടെ അടുത്താണ്. ഷുഗർ ഉണ്ടോ? ഷുഗർ ഇല്ല, ഷുഗർ 650 ഉള്ളൂ. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പിന്നെന്താ ഇത് കുടിക്കാതെ? നല്ല ചെറിയ ചൂടോടുകൂടി അങ്ങനെ കുടിക്കണം. അപ്പൊ നല്ല റാഹത്ത്, വേഗം ഇരുന്ന് ഉറങ്ങാം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. വേഗം നിർത്തണ്ട, ഇനിയൊരു 10 മിനിറ്റ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിർത്തും. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ. ചായ കുടിച്ചെല്ലാരും കഴിഞ്ഞാൽ അപ്പൊ കൈ വെക്കണം, അപ്പം നിർത്തും. 2-3 ദിവസമായില്ലേ കേൾക്കാൻ ഒരുപാട്. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. മാഷാ അല്ലാഹ്. കണ്ടില്ലേ, യുവാക്കൾക്കിടയിൽ നല്ല അതിലേറെ ഒരു യുവാവ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ പേരെന്താ? പേര് ചോദിക്കാൻ പോയി. മുഹത്തീബ്. അല്ലാഹു ബർക്കത്ത്. മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖബർ ഒഴിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് നല്ലപോലെ സംസാരിക്കണം. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ പറയുമ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു ആഫിയത്ത് തരട്ടെ. സിഹത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതാണ് ആ ചെറുപ്പക്കാരുടെ ഇത്. ഖബറൊക്കെ കുഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഖബർ തീർക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണ്ടേ. നമ്മൾ മൺവെട്ടി എടുത്ത് 2 കുഴി ഒഴിക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കും. ഇതുപോലെ ചായ കുടിച്ച്
മാഷാ അല്ലാഹ് ഫ്രീ ആയിട്ട് കുഴിച്ചു കൊടുക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹുവേ, അത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്ന ഒരുപാട് സ്വാലിഹീങ്ങളുള്ള നാടാണ്. ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ. സ്വർഗത്തിലേക്ക് ചേർക്കുന്ന അമലിൽ ഇത് ഉൾപ്പെടുത്തണേ അല്ലാ. പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ തയ്യാറാവൂ ഇതേപോലെ ഫ്രീ ആയിട്ട് ഖബർ കുഴിക്കാൻ. ഞാൻ റെഡി എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ചെറുപ്പക്കാർ എത്ര പേരെ ഇപ്പൊ കുഴിച്ചോണ്ടിരിക്കുന്നുണ്ട്? കൈവർത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. പുതിയ തലമുറകൾ പറഞ്ഞല്ലോ, ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. പള്ളിയുടെ സെക്രട്ടറി അടക്കമുണ്ടെന്ന്. മാഷാ അല്ലാഹ്. ഇനി ഇതിലേക്ക് അല്ലാഹു കബൂലാക്കട്ടെ. അത് ഓരോ തലമുറ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് വരണം. ഞാൻ ഈ കാസർഗോഡ് ഭാഗത്ത് വന്നു പോയപ്പോ അവിടെ ധാരാളം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ തെക്കുകൊണ്ട് ഇല്ലാന്നല്ല, മലബാറിൽ കൂടുതലുണ്ട്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പക്കാർ, യുവാക്കൾ, 18-ന്റെയും 25-ന്റെയും ഇടയിലുള്ള മക്കളൊക്കെ മാഷാ അല്ലാഹ് ഖബർ കുഴിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മക്കളും ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു മരിപ്പും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങൾ ടാർപ്പൊക്കെ വലിച്ചു കെട്ടി കസേരയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ട്യൂബിലേറ്റ്, രാത്രി മരിച്ചാണെങ്കിൽ ട്യൂബിലേറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇത്ര നല്ലതാണ്. ഇവിടെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം. അത് നല്ലൊരു പ്രവർത്തനമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അതാണ് വലിയ സഹായം. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സഹായം. 2 സമയങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന സഹായം ഒരിക്കലും മറക്കൂല. ഒന്ന് മരണത്തോട് ബന്ധിച്ചും മറ്റൊന്ന് അവരുടേതാകുന്ന ഒരു സന്തോഷവേളയിൽ, മകളുടെ കല്യാണം, കുടുംബത്തിന്റെ കല്യാണം ഒക്കെ ഉണ്ടാകുന്ന വേളയിൽ. ഈ 2 സമയങ്ങളിൽ മനുഷ്യന് ചെയ്യുന്നതാകുന്ന നന്മകൾ, സുഹൃതങ്ങൾ, നമ്മൾ അവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ അവരൊരിക്കലും മറക്കൂല. മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കും. അങ്ങനെയാണ്. ഒരാളുടെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. അപ്പൊ നമ്മൾ അവരെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കുക. അവരുടെ വീട്ടിൽ പോകുന്ന കൈക്ക് പിടിച്ചിട്ട് അല്ലാഹു അജ്റക വഹസന വസാക വഗഫറ ലി ഉമ്മിക, അല്ലാഹു നിങ്ങളുടെ ഉമ്മാക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൈക്കൊന്ന് പിടിച്ചൊന്ന് സ്ത്രീകളോടും പുരുഷന്മാരോടൊക്കെ ഒന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, വല്ലാത്ത സന്തോഷം. ചിലര് മരിപ്പിന് പോയിട്ടുണ്ടാവും, മയ്യത്ത് കണ്ടിട്ടുണ്ടാവും, വീട്ടുകാരെ കണ്ടിട്ടില്ല. അതൊരു കൂലി കിട്ടുന്ന പരിപാടിയാണ്. മയ്യത്ത് കാണൽ സുന്നത്തേ ഇല്ല, മനസ്സിലായി. മയ്യത്ത് തുണി വെക്കും, എന്നിട്ട് ബാക്കി ഇങ്ങ് പോരുക. ഒരു കാര്യം ഇതേപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം, ഒരു കൂലി ഇല്ലാത്ത കേസാണ് പരിപാടി. തുണി വെക്കുന്ന പരിപാടി. തുണി വെക്കുന്ന ആളെവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടോ? എന്നിട്ട് മുഖത്ത് കറുപ്പുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയിട്ട് പറയും, മുഖമൊക്കെ കറുത്ത് കരിവാളിച്ചിരിക്കുക. അങ്ങനെ തന്നെയാണ്. കുരുത്തം കെട്ടവനായിരുന്നു അയാൾ. അങ്ങനെ തന്നെ കരിവാളിക്കും. ഇതാണ് നമ്മുടെ കൗമിന്റെ സ്വഭാവം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് നോക്കാൻ വേണ്ടി പോയി ഈ തുണി വെക്കുന്നതിന്റെ ഉദ്ദേശം എങ്ങനെയുണ്ട്? കറുത്തിട്ടുണ്ടോ? അത് ചിരിച്ചാണോ കിടക്കുന്നത്? ചിരിച്ചാണെങ്കിൽ വേഗം തന്നെ മൂടി, വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ മൂടി. ഞാനും കാണുന്നുണ്ട്. നല്ല മുഖം തൊടുത്ത് വെളുത്തായിരിക്കുന്നെങ്കിൽ അവന് പറയാനും വേണ്ടി വിഷമവും. എടാ, ഇത് കാണലല്ല സുന്നത്ത്. ഇത് കാണൽ ഒരു സുന്നത്തും ഇല്ല. അത് മനസ്സിലായിക്കോ. അത് സാലിഹീങ്ങളാകുന്ന വ്യക്തികളുടെ ആണെങ്കിൽ മാത്രമാണ് കാണലൊക്കെ വേണ്ടത്. ഇത് മയ്യത്ത് കണ്ടിട്ട് അവിടെ പോയിരുന്നു കുറച്ചു നേരം പത്രവും വായിച്ചിട്ട് യാതൊന്നും ഒറ്റ വിടലാൻ. വീട്ടുകാരെ കണ്ട വീട്ടുകാരുടെ കൈക്ക് പിടിച്ച് അവർക്ക് ആശ്വാസം പകരണം. അതാണ് ഇസ്ലാം, അതാണ് തഅസിയത്ത്. അതിനാ പോകുന്നത് മയ്യത്തിന്റെ വീട്ടിലോട്ട്. ഇത് മിക്ക കൗമുകളും വന്നിട്ട് മയ്യത്ത് നോക്കിയിട്ട് ഒറ്റ വിടല. അപ്പൊ പിന്നെ ചോദിക്കും, നിങ്ങൾ വാപ്പാടെ മരിപ്പിന് അല്ല ഉമ്മാടെ മരിപ്പിന് പിന്നെ നമ്മളോട് നീ വന്നിട്ട് കുണി നോക്കി നോക്കിയിട്ട് പോയിട്ട്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിവരമുണ്ടാവട്ടെ ഈ സമുദായത്തിൽ, അറിവുണ്ടാവട്ടെ. ശരിക്കും പഠിച്ചോ, സ്ത്രീകൾ മനസ്സിലാക്കിക്കോ. ഒരു വീട്ടിലൊരു മരിപ്പുണ്ടായി, മരണമുണ്ടായി എങ്കിൽ ആ വീട്ടിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം? ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കണം. അവരുടെ കൈക്ക് പിടിക്കണം. പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട്, ആണുങ്ങൾ എന്നിട്ട് ആശ്വാസത്തിന്റെ വാക്ക് പറയണം. അതിനാണ് പോകുന്നത്. അവർക്കൊരു ആശ്വാസം. അത് കുറെ നിന്ന് അവിടെ നിന്നിട്ട് അവിടുത്തെ ചായയും കുടിച്ച് വൈകുന്നേരമായിട്ട് വൈകിട്ടത്തെ ചോറും കഴിച്ച് നേരം വെളുത്ത് രാവിലത്തെ ദോശയും ചമ്മന്തി കൊണ്ട് അതും കഴിച്ച് പോകുന്നില്ല. കുറ്റിയടിച്ച് അങ്ങനെ കിടക്കുക. അതൊന്നും വേണ്ട. കാര്യങ്ങൾ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പതുക്കെ പോകണം. അവരെ ബുദ്ധിമുട്ടിക്ക് പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത്. അയൽവക്കത്തെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് മാഷാ അല്ലാഹ് ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിക്കുക. രഹസ്യമായിട്ടൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ. അതാണ് വേണ്ടത്. അതൊക്കെ നല്ല അമലുകളിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, വാപ്പായും ഉമ്മായും വിഷമിപ്പിക്കാനേ പാടില്ല, പ്രയാസപ്പെടുത്താനേ പാടില്ല. ജീവിതത്തിൽ വലിയ നാശമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി വരിയാൻ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇന്നി
ഉരീദുൽ ജിഹാദ മഅക യാ ഹബീബല്ലാഹ്. തങ്ങളോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട ധർമ്മസമരത്തിലേക്ക് വരാൻ എനിക്ക് വല്ലാത്ത താല്പര്യമാണ് റസൂലേ, എന്നെ കൊണ്ടുപോകുമോ ഹബീബേ? പരിശുദ്ധമായ ധർമ്മസമരത്തിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹമാണ്, യുദ്ധത്തിന് വരാനുള്ള കൊതിയാണ് ഹബീബേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദാക്, നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ, വാപ്പായും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, പ്രായാധിക്യമുള്ളവരാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അദ്ദേഹത്തോട് പറയുകയാണ്, ഫഫീഹിമാ ജാഹിദ്, നീ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ അമല് നിന്റെ വാപ്പയ്ക്കും ഉമ്മാക്കും ഖിദ്മത്തെടുത്ത് സേവനം ചെയ്ത് കൂടലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാര്, മനസ്സിലാക്കേണ്ട വാക്കാണ്. വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ ഗൾഫിൽ പോകാൻ പോലും പാടില്ല. പൊരുത്തമില്ലെങ്കിൽ പോകാൻ പാടില്ല. വാപ്പാടെ ഉമ്മാടെ പൊരുത്തമില്ലാതെ നീ സുഖചികിത്സയ്ക്ക് വേണ്ടി യാത്ര തിരിക്കാൻ പാടില്ല. നിനക്ക് സുഖം ഉണ്ടാവാൻ വേണ്ടി പറ്റില്ല. അവരെ നോക്കൽ അനിവാര്യമാണ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഞാൻ ചെയ്യുന്നത് വലിയ സുഹൃതമാണ് എന്ന നിലയ്ക്ക് നടക്കല്ലേ മുസ്ലിമേ. നീ എത്ര നന്മ ചെയ്താലും മാതാപിതാക്കളുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയിലെത്തി കഅബ തവാഫ് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് തന്റെ മാതാവിനെ തോളിലേറ്റിക്കൊണ്ട് യമൻകാരനാകുന്ന ഒരു വ്യക്തി പ്രായം ചെന്നതാകുന്ന ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് സുഖമില്ലാത്ത ഉമ്മാക്ക് വേണ്ടി തവാഫ് ചെയ്തു. 7 വട്ടം കഅബ പ്രദർശനം ചെയ്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പരിസരത്ത് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമകനോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്റെ ഉമ്മയോടുള്ള കടമ ഞാൻ വീട്ടിയില്ലേ? അങ്ങനെ യമനിൽ നിന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയിലേക്ക് വന്ന് എന്റെ ഉമ്മയെ തോളെടുത്ത് വെച്ച് ഉമ്മാക്ക് വേണ്ടി തവാഫ് നിർവഹിച്ച് പരിശുദ്ധമാകുന്ന ഹജ്ജിന്റെ നിർബന്ധമാകുന്ന തവാഫ് ഞാൻ വീട്ടിയില്ലേ, നിർവഹിച്ചില്ലയോ? എന്റെ ഉമ്മയോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചവനായി എന്നെ അല്ലാഹു രേഖപ്പെടുത്തുമോ എന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല മോനെ, ഇല്ല മോനെ, ഉമ്മാക്കും വാപ്പാക്കും ചെയ്തു കൊടുത്തതാകുന്ന നന്മകളുടെ കണക്ക് പറഞ്ഞിട്ട് നീ സ്വർഗം കരഗതമാക്കാമെന്ന് കരുതരുതേ. വല്ലാഹി സുമ്മ വല്ലാഹി, ഒരിക്കലും അവർ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ചെയ്ത സുഹൃതങ്ങൾക്ക് പകരം വെക്കാൻ ഒന്നും തന്നെ ആവില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ വാപ്പാക്ക് കാർ കൊടുത്തു, ഞാൻ ഉമ്മാക്ക് വീട് കൊടുത്തു, ഞാൻ അവർക്ക് AC വെച്ചു കൊടുത്തു, ഞാനൊക്കെ അവർക്ക് ഹജ്ജ് ചെയ്യിപ്പിച്ചു, ഞാൻ അവരെ ഉംറ ചെയ്യിപ്പിച്ചു, ഞാൻ അത് കൊടുത്തു, ഇത് കൊടുത്തു, ഞാൻ ഡ്രസ് എടുത്തു കൊടുത്തു, ഞാൻ മാസത്തിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു, ഞാൻ വർഷത്തിൽ കൊണ്ടുപോയി അവരെ ഊട്ടിയിൽ കൊണ്ടുപോയി, കൊടൈക്കനാലിൽ കൊണ്ടുപോയി, ലുലു മാളിൽ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. കാര്യമില്ല. നീ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും വാപ്പായും ഉമ്മായോടുമുള്ള കടമകൾ പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവർ ചെയ്തതിന് പകരമായി എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. വാപ്പായും ഉമ്മ എന്താ ചെയ്ത? ചെറുപ്പത്തിൽ കഞ്ഞിയല്ലേ ഉസ്താദ് തന്നത്, ഞങ്ങൾ കുടിലില്ല താമസം. ഇന്നിപ്പോ ഞാൻ നല്ല വാർത്ത വീടില് കോൺക്രീറ്റ് സൗധത്തിനുള്ളിൽ നല്ല റാഹത്ത AC റൂം കൊടുത്തു, നല്ല ബെഡ് കൊടുത്തു, കയറി കഴിഞ്ഞാൽ കടന്ന് തുള്ള, അങ്ങനത്തെ നല്ല ബെഡ് കൊടുത്തു, നല്ല സൗകര്യം എല്ലാം കൂടെ ഒരുക്കി കൊടുത്തു. അപ്പൊ അവരോടുള്ളതാകുന്ന കടമകൾ അവർ ചെയ്തതിനേക്കാൾ കൂടുതലായില്ലേ? ഒരിക്കലും കൂടുതലായില്ല. അതാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മാതാപിതാക്കളോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നവരായി ഒരിക്കലും മക്കളെ അടയാളപ്പെടുത്താൻ പറ്റൂല. എത്ര സുഹൃതം ചെയ്താലും അവരോട് പകരം വെക്കാൻ പറ്റില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ചുരുക്കുന്നു, ശരിക്കും ശ്രദ്ധിക്കണേ. അവ രണ്ടാമത്തെ ആളാരാ? എല്ലാ മ്ലേച്ഛമാക്കപ്പെട്ട സ്വഭാവങ്ങൾക്കും വൈകല്യങ്ങൾക്കും വഴിവെച്ചു കൊടുക്കുന്ന ആളാണ്. മക്കള് കള്ളു കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാപ്പ മിണ്ടുന്നില്ല. കാരണം എന്താ?
വലിയ ആളാണ്. ഇനി അങ്ങനെ അവനോട് പറയും. അപ്പ കാരണമാണ് ഇവൻ ഇതിലേക്ക് എത്തിപ്പെട്ടത്. മക്കൾ ഇതാ അവിടെ തിയേറ്ററിൽ ഇരിക്കുന്നുണ്ടല്ലോ, അവിടെ മാർക്ക് കാണാൻ വേണ്ടി അവനോട് കിടന്ന് ഇടിയിടുന്നു. മാർക്ക് ഇടാൻ പോയി അവിടെ അവനോട് നാളെ പറയണം എനിക്കും കൂടെ ടിക്കറ്റ് എടുക്കാൻ. അവനത് കാണുന്നു. അവന്റെ പൈസ ഉണ്ടായിരുന്നു, അറിഞ്ഞില്ലല്ലോ, അവൻ എന്നെ കൊണ്ടുപോയില്ലല്ലോ. ഇതാ വാപ്പ ചോദിക്കുന്നു. ഫസ്റ്റ് ടീമിനോടാ പറഞ്ഞത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. എല്ലാ തിന്മകൾക്കും കൂടെ പിടിക്കുന്നവൻ. കല്യാണം വരുന്നു, മക്കളുടെ കല്യാണം ആർഭാടം, പച്ച കല്യാണം, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പല കല്യാണങ്ങൾ. ഒരു ദിവസം മഞ്ഞ, അടുത്ത ദിവസം പച്ച, അടുത്ത ദിവസം ചുവപ്പ്, അടുത്ത ദിവസം കളറില്ല. ലാസ്റ്റ് കല്യാണത്തിന് നോക്കുമ്പോ തുണിയില്ല, ആർക്കും ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ദിവസവും തുണി കൊടുത്തോണ്ടായിരുന്നത്, പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്. കല്യാണത്തിനെ നോക്കുമ്പോ പുതിയ പെണ്ണിന്റെ മേത്ത് തുണിയില്ല, അവിടെ ഇവിടെ മൊത്തം കീറിയിരിക്കുക. എന്നാ ചെക്കൻ വരട്ടെ, അവന്റെ മേത്ത് തുണിയുണ്ടെന്ന് ഉസ്താദ് കരുതി നോക്കുമ്പോ ഇവിടെ മുഴുവൻ ബർമൂഡ. വല്യാപ്പയോട് പറയാ, അയാൾ ഉപദേശിക്കാന്ന് കരുതിയപ്പോ വല്യാപ്പ ബർമൂഡ ഇട്ടുകൊണ്ട് വരിക. അസ്സലാമു അലൈക്കും ഉസ്താദ്. 5 ഹജ്ജിയില കാബയുടെ കില്ല പിടിച്ച ഹയവാൻ ശരി വരിക, ബർമൂഡ ഇട്ടോ. യോയോ ആരോട് ഉപദേശിക്കും? ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ. നബി തങ്ങൾ പറഞ്ഞത് എത്ര കറക്റ്റ്. കുടുംബത്തിലെ എല്ലാ തെറ്റുകൾക്കും ചുക്കാൻ പിടിക്കുന്ന ആൾ. ഒരു വിഷയമില്ല, ഉമ്മ വലിയ തസ്ബീഹൊക്കെ പിടിച്ചെങ്ങനെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സീരിയൽ മാറ്റുന്നത് ഓരോ തസ്ബീഹും കൂടെ ഇടുമ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ സീരിയലിനെ മാറ്റിക്കണം. അതായത് സുബ്ഹാനല്ലാഹ് ഉദ്ദേശം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കയ്യിൽ തസ്ബീഹുമാലയുണ്ട്, ഇത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഉള്ളത് മുഴുവൻ കാണും. എല്ലാ റീൽസും കളിക്കും, എല്ലാ അശ്ലീലതയ്ക്കും ഉണ്ട്, മിണ്ടുന്നില്ല. മക്കളും മരുമക്കളും കൊച്ചുമക്കളും കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ പഞ്ചപുഷ്പമടക്കി മിണ്ടാതിരിക്കുന്നതാകുന്ന രക്ഷിതാക്കൾ അവർ നാളെ മഹ്ശറയിൽ വിറങ്ങിലിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ലാ തകൂനു ഇമ്മഅത. നിങ്ങൾ നിലപാടില്ലാത്തവരായി പോകരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ശരിക്കും മനസ്സിലാക്കണേ, ഹദീസാണ് ഈ പറഞ്ഞത്. നമ്മൾ കുറച്ച് സംസാരിക്കുന്നുള്ളൂ, 2 മണിക്കൂറേ സംസാരിക്കുള്ളൂ. പക്ഷെ പറയുന്നത് മുഴുവൻ പോയിന്റേ പറയുള്ളൂ, ആവശ്യമില്ലാത്ത പറയൂല. ശരിക്കും മനസ്സിലാക്കും. പിന്നെ നിങ്ങൾ ചില ആളുകൾ ഒന്ന് റോഡാണ്, ചിലരുടെ ശ്രദ്ധയൊക്കെ പോകുന്നുള്ളതുകൊണ്ടാ. ഞാൻ ഒരു സൂർ എന്ന കാഹളത്തിൽ ഊതാളു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇതുപോലെ എല്ലാവർക്കും സ്കൂട്ടർ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എല്ലാവരും പോകുന്നത് അറിഞ്ഞാൽ 4 പേര്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സമൂഹമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലാ തകൂനു ഇമ്മഅത. നിലപാടില്ലാത്ത സമൂഹമായി നിങ്ങൾ മാറരുതേ. ഇന്ന അഹ്സനന്നാസു അഹ്സനാ. ജനങ്ങൾ നന്മ ചെയ്താൽ ഞങ്ങളും നന്മ ചെയ്യും. വഇൻ വലമു വലംനാ. അവർ അക്രമം കാണിച്ചാൽ ഞങ്ങളും അക്രമം ചെയ്യുമെന്ന് നിങ്ങൾ പറയരുതേ. വലാകിൻ വത്തിനു അൻഫുസകും. നിങ്ങൾ സ്വന്തമായി നിലപാടുള്ളവരായി മാറണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്ന അഹ്സനന്നാസു അൻ തുഹ്സിനു. ജനങ്ങൾ നന്മ ചെയ്താൽ ഞങ്ങൾ നന്മ ചെയ്യും. വഇൻ ളലമു ഫലാ തുദ്ലിമു. അവർ തിന്മ ചെയ്താൽ ഞങ്ങൾ തിന്മയ്ക്കില്ല, അക്രമത്തിന് ഞങ്ങളില്ല എന്ന് പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് നിലപാടിന്റെ അഹ്ലുക. നിലപാട് വേണം. ആളുകൾ ചെയ്യുന്നത് മുഴുവൻ ഞങ്ങൾക്ക് വേണം. എല്ലാ ആഘോഷങ്ങളും ഞങ്ങളുടെ ആഘോഷങ്ങളാണ്. അങ്ങനെ മുസ്ലിം സമുദായം കടന്ന് മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ള മതങ്ങളുടെ ആഘോഷ പൊലിമകളിൽ കയറാൻ പാടില്ല. ഇപ്പൊ ന്യൂ ഇയർ വരെയാണ്. അതിന്റെ ആഘോഷ പൊലിമകൾ തീർക്കാൻ ഏറ്റവും കൂടുതൽ വെമ്പൽ കൊള്ളു നിൽക്കുന്നത് ഈ സമുദായത്തിന്റെ മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. ഡിസംബർ 31 ചൊവ്വാഴ്ച ദിവസം രാത്രിയിൽ മകൻ എവിടെ, മകൾ എവിടെ? കടപ്പുറത്ത് പോകാൻ വർക്കല ബീച്ചിൽ പോയിട്ട് ആകാശത്തേക്ക് ബലൂൺ ഉയർത്തിയിട്ട് അത് പറഞ്ഞിട്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് ഗാനമേള ട്രൂപ്പുകളോടൊപ്പം നൃത്തം ചവിട്ടുന്ന തലമുറകളായി നമ്മുടെ മക്കൾ മാറാതിരിക്കാൻ മക്കളെ ഉപദേശിക്കണം, ഗുണദോഷിക്കണം. ലാ തകൂനു ഇമ്മഅതൻ. നിങ്ങൾ ഒരിക്കലും നിലപാടില്ലാത്തവരാകരുത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ.
അപ്പായും ഉമ്മായും ഒക്കെ ഇന്ന് മക്കളെ ഉപദേശിക്കുന്നുണ്ടോ? പണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാതെ ഭക്ഷണം കൊടുക്കൂല. അങ്ങനെയല്ല, ഇവിടെ കഴിച്ചടാ മോനെ, കഴിക്കൂട്ടാ, നീ ഭയങ്കര ക്ഷീണമുണ്ട്. രാത്രി വരുമ്പോഴേ എങ്ങനെയെങ്കിലും ഉമ്മാക്ക് കഴിപ്പിക്കണേ. ഇവനെ കഴിപ്പിച്ചിട്ട് വേണം ഉമ്മാക്ക് കൂട്ടി കയറാൻ. റാഹത്തായിട്ട് മൊബൈൽ നോക്കണമെങ്കിൽ ഹയവാന് കൊടുത്തതിനും കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടും. തിരിച്ചെല്ലാവരും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ പരിപാടി. കുടുംബ ബന്ധങ്ങളൊക്കെ ശൈഥല്യം, എല്ലാ ബന്ധങ്ങളും തകർക്കപ്പെട്ടു. എന്തുകൊണ്ട്? വാപ്പ മൊബൈലിൽ തോണ്ടൽ, ഭാര്യ അപ്പുറത്തിരുന്ന് ഉമ്മയും തോണ്ടൽ, മക്കൾ അതിനപ്പുറത്ത് റൂമിരുന്ന് ലാപ്ടോപ്പിലും തോണ്ടൽ. തന്നെ പരിപാടി. നേരം വെളുക്കുന്നവരെ 3 മണിയാവുമ്പോഴാണ് ഉറങ്ങുന്നത്. പിന്നെ എങ്ങനെ സുബഹി റെഡിയാകും?